നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ തന്നെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു റീഡിങ്സ് ലഭിക്കാനും നിങ്ങൾക്ക് റെസനേറ്റ് ആകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീഡിങ്സിൽ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ജീവിത പുരോഗതിക്കും ബന്ധങ്ങളുടെ ദൃഢതയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസിനെ എല്ലാം മറികടക്കാനായിട്ട് നിങ്ങൾ അഫർമേഷൻസ് എന്ന് പറയുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് എത്ര രൂപയാണ് മാസ വരുമാനം വേണ്ടത്, എത്ര രൂപയുടെ സാലറിയിലാണ്, ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് നിൽക്കേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം പവർഫുൾ ആകുന്ന ഒരു ഹെൽത്ത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകേണ്ടത്, നിങ്ങളുടെ ബന്ധങ്ങൾ എത്രത്തോളം ദൃഢതയുള്ളതായിരിക്കണം. നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ 2-3 ദിവസത്തേക്ക് എഴുതിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്ന പോലെ എല്ലാ ദിവസവും ഒരു ഇച്ചിരി സമയം, ഒരു 15 മിനിറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ സമയം ബാക്കി വയ്ക്കുക. നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എഴുതി പൊയ്ക്കോളുക. നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് വെറിയിടാവണ്ട. അത് മാനിഫെസ്റ്റേഷൻ ആയിക്കോളും. നിങ്ങൾ എഴുതി പോകുക എന്നൊരു ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട. നിങ്ങളെ അത് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങളെ അവർ നയിച്ചുകൊള്ളും. ആ ഒരു എനർജി, അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങളെ നയിച്ചുകൊള്ളും കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു ഗൈഡൻസ് തേടുക. കറൻറ്റ് സമയം, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾ എന്താണ് നെക്സ്റ്റ് എടുക്കേണ്ട തീരുമാനം, എന്തായിരിക്കും അതിൻ്റെ ഫലം, ഇതെല്ലാം മനസ്സിലാക്കാനും നെഗറ്റീവ് പ്രസൻസ് എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും നിങ്ങൾക്ക് ശത്രുഭാവത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽപ്പുന്നുണ്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ നിങ്ങളോട് ശത്രുതയോടുകൂടി നിങ്ങളെക്കുറിച്ച് അറിയാവുന്നുള്ള ആരെങ്കിലും ഉണ്ടോ, എവിടെയൊക്കെയാണ് നിങ്ങൾ ഹൈഡ് ചെയ്ത് ജീവിക്കേണ്ടത്, ഇതെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾ പോലെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. നിങ്ങൾ ചോദിക്കണം, അതിനുള്ള മറുപടി ലഭിക്കും. പ്ലസ് നിങ്ങൾ ആ ഒരു ഗൈഡൻസിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ എംബറസ് എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പോസിറ്റീവായ ദിവസമാണ്. പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വശവും കൂടിയുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിൻ്റെയും നിരാശയുടെയും ഒക്കെ ഒരു സമയം കൂടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല ദിവസമാണെങ്കിലും നല്ല ദിവസത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്നവരാണ് നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഉയർന്നൊരു പൊസിഷനിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഒറ്റയടിക്ക് താഴെ വീഴിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ അസൂയ നിറഞ്ഞ എനർജികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു പോകുക. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നുണ്ട്. ഒരു ശുക്രദശയിലേക്ക്, പോസിറ്റീവായ അബണ്ടൻസിലേക്ക് നിങ്ങളുടെ സമയം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് പോസിറ്റീവായൊരു റിസൾട്ട് കിട്ടുന്നൊരു ടൈമിങ്ങിലേക്കാണ് നിങ്ങളുടെ എനർജി മാറാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിലാണോ വിശ്വസിക്കുന്നത്, അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്നും എപ്പോഴും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നും നിങ്ങൾ എപ്പോഴും ഒന്ന് പരീക്ഷിച്ച് നിങ്ങളൊന്ന് വാച്ചിങ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ലൈഫിൽ എപ്പോഴും ഒരു മിറാക്കിൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. അതെപ്പോഴും ഒരു മന്ത്രം പോലെ ഉരുവിടുക. എല്ലാ ദിവസവും എൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നു, അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ നടക്കുന്നു, ഞാനതിൽ ഏറ്റവും സംതൃപ്തിയോടുകൂടി ഏറ്റവും സമാധാനത്തോടു കൂടി കടന്നു പോകുന്നു, ഞാൻ ഏറ്റവും ലക്കി എനർജിയിലുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളെ പുകഴ്ത്തി പറയാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾക്ക് പറയാം കേട്ടോ. ദ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെൽത്തിനെ ബേസ് ചെയ്താണ് കേട്ടോ. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കണം. കാരണം ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. നമ്മളിലേക്ക് സാമ്പത്തിക അട്രാക്റ്റഡ് ആകുമ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ട വ്യക്തികളാണ് കേട്ടോ. അതല്ല നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ ചിന്തകളിലോ ഒക്കെ എന്തെങ്കിലും നെഗറ്റീവ് കലർന്നാൽ അത് അതുപോലെ സ്റ്റക്ക്
സ്റ്റക്കായി പോകും. അതായത് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നത് പോലെ നിങ്ങൾക്കിടയിൽ ബൗണ്ടറി തീർക്കപ്പെടും. ഫിനാൻഷ്യൽ കാര്യം, വെൽത്ത് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾക്ക് വളരെ യുക്തിപൂർവ്വം തീരുമാനമെടുക്കാവുള്ളൂ. നിങ്ങളിലേക്ക് എന്തെങ്കിലും ഡിസിഷൻ വരുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ അവസാനമായൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമൊക്കെ ആയാൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വൈകാരികമായിട്ടല്ല അവിടെ ചിന്തിക്കേണ്ടത്, യുക്തിപൂർവ്വമാണ്. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന വ്യക്തികൾ കോൺട്രാക്റ്റൊക്കെ ചെയ്ത് അതൊക്കെ സൈൻ ചെയ്ത് അതൊക്കെ വളരെ വ്യക്തതയോടുകൂടി തന്നെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എടുത്തു ചാടി മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്. ലീഗൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ബന്ധങ്ങളെ ബേസ് ചെയ്തായിക്കോട്ടെ, ലീഗൽ പരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് വൈകാരികമായിട്ടല്ല നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, യുക്തിപൂർവ്വമാണ്. നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ വേണം ജീവിതത്തെ കാണാൻ. ചില ചിന്തകളെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം കേട്ടോ, ബ്ലോക്ക് ചെയ്ത് നിൽക്കണം കേട്ടോ. നമ്മൾ ഓവറായിട്ട് എടുക്കുന്ന തോട്ട്സ്, ചിന്തകൾ നമ്മളെ, അതായത് കൺട്രോൾ ഇല്ലാത്ത ചില ചിന്തകൾ നമ്മളെ വഴി തെറ്റിച്ച് കളയും. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാണ്, അബണ്ടൻസ് ഉള്ള ദിവസമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പുതിയ ചില പൊസിഷനിൽ ഇരിക്കാനും, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടാനും ഒക്കെ യോഗമുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ എവിടെയാണെങ്കിലും വൈകാരികമായിട്ട് അടിമപ്പെടരുത്. യുക്തിപൂർവ്വം നിങ്ങൾ ഇന്നത്തെ ദിവസം കാര്യങ്ങളെ കാണണം. സംസാരം, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ അളന്നു തൂക്കി മാത്രം ഇന്നത്തെ ദിവസം കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനെ, ചുറ്റുപാടിനെ ശ്രദ്ധിക്കുക എന്നുകൂടി ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മളുടെ വാക്കുകളെ ഒന്ന്, ചിന്തകളെ ഒന്ന് എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. നമ്മൾ പെട്ടെന്ന് നമ്മൾ വൈകാരികമായി പോകാത്ത വിധം കേട്ടോ. അതുപോലെ തന്നെ പാസ്റ്റിൽ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പാസ്റ്റിൽ ഒരു പക്ഷേ ഡിലേ ആയിരുന്ന ചില ന്യൂസുകൾ, അത് ഗുഡ് ന്യൂസ് ആവാം, ബാഡ് ന്യൂസ് ആവാം, ഡിലേ സ്റ്റക്കായിട്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട്. ചില വാർത്തകൾ കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വാർത്ത കേൾക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഫൈറ്റിംഗ് ചെയ്തിട്ട് അത് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം. ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് കേൾക്കാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാനോ ഉള്ള യോഗം വരുന്നുണ്ട്. പുതിയ പ്ലാനിങ് ഒക്കെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസാണ്, തോന്നുന്ന ദിവസമാണ്. അതായത് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഒരു ഇൻസ്പിറേഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ. അതായത് പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഒക്കെ വരുന്നുണ്ട്. അതായത് എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ, മനസ്സിന് വലിയൊരു പ്രതീക്ഷ, അതിനൊത്ത് ആക്ഷൻ എടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്, ചുറ്റുമുള്ള ബന്ധങ്ങളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇന്ന് നിങ്ങളിൽ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നല്ല അവസ്ഥയിലും വരാം, മോശം അവസ്ഥയിലും വരാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകുക കേട്ടോ. അതുപോലെ തന്നെ 6 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. പഴയ ചില ഓർമ്മകളാവാം, പഴയ ചില സിറ്റുവേഷൻസ്, കഴിഞ്ഞു പോയ ചിലതെല്ലാം ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആകുന്നുണ്ട്. അതായത് എവിടെയോ നിങ്ങൾ മറന്നുപോയ, എപ്പോഴേക്കോ നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നുപോയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ചില അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നു. അതായത് ഒരു അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജി ആവാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ചില കാര്യങ്ങളാവാം, ചില ഓർമ്മകൾ, ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ തോന്നുന്ന ആ ഒരു ഹാർട്ട് ടച്ചിങ് ഫീലിങ്സ്, ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ കുറേ ആളുകൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതായത് എവിടെയോ അനുഭവിച്ച് കടന്നുപോയ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമോ ഫിസിക്കലിയോ മെൻ്റലിയോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവാണ് കേട്ടോ. അബണ്ടൻസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ലൈഫിലൊരു എന്താ പറയുക, ഒരു വല്ലാതെ ഒരു
പൂർണ്ണതയിലേക്ക്, ഒരു മായാ ലോകത്തിൽ എന്ന പോലുള്ളൊരു ഫീലിങ്സൊക്കെ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്കിവിടെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങളോട് സാമ്പത്തികം വാങ്ങിയിരുന്നിട്ട് നിങ്ങൾക്കത് നൽകാതെ അത് ബ്ലോക്കായിട്ട് നിന്ന വ്യക്തികൾ, ഫിനാൻഷ്യൽ പരമാകുന്ന എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കാലതാമസമോ വന്ന് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതൊരു സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. നഷ്ടപ്പെട്ടതിന് പലതിനെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ സാഹചര്യമാവാം, സമയമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ബന്ധങ്ങളാവാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജി പ്രസൻസ് നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ ബന്ധിപ്പിച്ചിട്ടിരുന്നു. അതായത് നിങ്ങൾക്കൊരു യുക്തിപൂർവ്വം കാര്യങ്ങളെ കാണാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ ചില നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും, പക്ഷെ അതിൻ്റെ ഫലം നെഗറ്റീവായിട്ട് പോകുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യം, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മോചിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനും പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന, അതായത് നിങ്ങളെ തന്നെ തകർത്ത് കളഞ്ഞ, അതൊരു ഇമോഷണലി ആവാം, നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസുകൾക്കനുസരിച്ച് സൗഹൃദ വലയങ്ങളാവാം, എവിടെയാണെങ്കിലും വെൽത്തോ ഹെൽത്തോ എന്ത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളൊരു ട്രാപ്പിലായി നിന്നെടുത്ത് നിന്നും നിങ്ങൾ മോചിക്കപ്പെടുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലതൊക്കെ പറയേണ്ടത് തുറന്നു പറയേണ്ട ഒരു സിറ്റുവേഷൻസ്, ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും ഉൾവലിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ എന്തും പറയാനും നിങ്ങളെ ആക്രമിക്കാനുമുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്ന അടുത്ത് നിന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളായിട്ട് ആരെയും വേദനിപ്പിക്കുകയല്ല, നിങ്ങൾ പ്രതികരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്ന് ലൈഫിൽ വരുന്നുണ്ട്. ഇന്നലെ വരെ നിങ്ങളെ ആരൊക്കെയാണോ കീഴ്പ്പെടുത്തി വെച്ചിരുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിരുന്നത്, അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റമാണ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവുന്നുണ്ട്. പ്രതികരിക്കാൻ, ചിലരോട് ചിലത് തുറന്നു പറഞ്ഞ് അങ്ങ് കാര്യം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലൈഫിൽ ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. തോറ്റെടുത്ത് നിങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് മത്സരിച്ചവരും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തവരും നിങ്ങളെ പൂർണ്ണമായിട്ടും എന്താ പറയുക, ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു വിലയും കൽപ്പിക്കാതെ നിന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇത്രയും കാലം പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരുടെ പിന്നാലെ നിങ്ങൾക്കൊരു അർഹത അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ എപ്പോഴും നിങ്ങളോട് മത്സരിക്കാനും നിങ്ങളെ തോൽപ്പിക്കാനും നിങ്ങൾക്ക് മുകളിലേക്ക് കയറി നിൽക്കാനും ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികൾക്ക് മുന്നിൽ നിങ്ങൾ ഇന്നു മുതൽ ഒരു കോൺഫിഡൻസോട് കൂടി ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുകയും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന അർഹമാകുന്നൊരു സ്ഥാനം ലഭിക്കുകയും, അതായത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കുറേ ആളുകളുടെ എനർജി മാറുന്നുണ്ട്. അതിനകത്ത് ഫെമിനിയൻ എനർജിക്കാണ് സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ ഒരു ചേഞ്ചിങ് വരുന്നത് കേട്ടോ. നിങ്ങളെ ചവിട്ടി അരച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ ഇരുന്ന പലയിടത്തും നിങ്ങൾ പലരെയും തേടി നിങ്ങൾ എത്ര അപമാനിച്ചാലും വീണ്ടും വീണ്ടും നിങ്ങൾ അവരിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കിനി ഒരു കോൺഫിഡൻസ് ആണ്, നിങ്ങളൊരു പവർഫുൾ എനർജിയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു റെസ്പെക്റ്റഡ്
പൊസിഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി വരുന്നുണ്ട്. അത് ഫാമിലി പരമാകുന്ന റിലേഷൻഷിപ്പ് പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഒരു കൺഫ്യൂഷൻ, വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഫീലിങ്സിൽ നിന്നും ഒരു നല്ല തീരുമാനം, ഒരു സക്സസ്, ഒരു പോസിറ്റീവാണ്, ഇതാണ് ശരി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്കോ നിങ്ങളോടൊപ്പമുള്ള പാർട്ട്ണർക്കോ വരാൻ സാധിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ ഒരു തീരുമാനം, ആ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് മാര്യേജ് എനർജിയിലേക്കാണ് കേട്ടോ. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന ചില വ്യക്തികൾ, നിങ്ങളിൽ നിന്നും മാറിപ്പോയിരുന്ന ചില വ്യക്തികൾ ബ്ലോക്കൊക്കെ അഴിച്ച് നിങ്ങളിലേക്കൊരു സെക്കൻഡ് എൻട്രി, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം, വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും വേണം എന്നുള്ള ഒരു എനർജിയിലേക്ക് ചേഞ്ചായി വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്ന, നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തോ പോയിരുന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവരുടെ ഒരു കൺഫ്യൂഷൻ, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിൽ പ്രഷ്യസ് ഏതാണ്, ഏതെടുക്കണം, ഏതൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതിന് കണക്റ്റ് ചെയ്ത് തന്നെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു കൺഫ്യൂഷൻ, ഒരു ഇമോഷണൽ ബ്ലോക്കേജ്, ഒരു വല്ലാതെ ഒരു സംശയദൃഷ്ടിയോടുകൂടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം എന്നൊക്കെ ചിന്തിച്ച് നിന്ന വ്യക്തികൾ റിയൂണിയൻ പ്രസൻസിലേക്കാണ് വരുന്നത്. അതായത് ബാലൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, നല്ലൊരു തിരിച്ചറിവോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. സിംഗിൾ എനർജിയിലുള്ളവർക്ക് ഒരു മാര്യേജിലേക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളിലേക്ക് റിയൂണിയൻ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, ആ ഒരു വ്യക്തി വിവാഹം എന്ന എനർജിയിലേക്ക് തന്നെയാണ് ഈ ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ. പാർട്ട്നേഴ്സിൻ്റെ എനർജിയിലാണെങ്കിൽ എല്ലാം പരിഹരിച്ച് ഏറ്റവും പോസിറ്റീവാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതായത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ഒരു തീരുമാനമില്ലാതെ ഇൻഡിസിഷനായിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുകയും കൺഫ്യൂസ്ഡ്, മൾട്ടിപ്പിൾ പ്രയോറിറ്റി, മറ്റ് സിറ്റുവേഷൻസുകളിൽ ഏതിന് ചൂസ് ചെയ്യണം എന്നുള്ളൊരു പ്രയോറിറ്റിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അർഹമാകുന്ന, നിങ്ങൾക്കൊരു എന്താ പറയുക നറുക്കു വീഴുന്നു എന്ന് തന്നെ നമുക്കതിനകത്ത് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പുതിയ തുടക്കങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതായത് നിങ്ങൾക്കുള്ളിൽ ഭയമുണ്ട്, തുടങ്ങി വെക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ, അതായത് എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടോ കരിയർ മേഖലയിലോ ജീവിത പുരോഗതിയെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു ഭയം മനസ്സിനകത്ത്, അതായത് ഒരു പക്ഷേ പാസ്റ്റിൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആവാം, നിങ്ങളുടെ ഉള്ളിലൊരു ഭയം എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു ബ്ലോക്കേജിൽ നിന്നും, ആ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഒരു ഫോക്കസിങ് എനർജി, അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ തുടക്കം, എന്താണോ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾക്കതൊരു ഉയർന്ന പൊസിഷൻ, പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള ഒരു യോഗത്തിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി, അതായത് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഫാമിലി പരമാകുന്നതോ മറ്റുമൊക്കെയുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ വിട്ടുപോയ, നിങ്ങളോട് പിണങ്ങി പോകുകയോ, നിങ്ങളെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സംശയത്തിൻ്റെ പുറത്ത്, അതായത് ഒരു വിശ്വസ്തത നഷ്ടപ്പെട്ടൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യണം, പ്രത്യേകിച്ച് ഫാമിലി പരമാകുന്ന വ്യക്തിബന്ധങ്ങളിൽ കേട്ടോ. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അത് ഏത് രീതിയിലേ ആവാം. നിങ്ങൾക്ക് അർഹതയുള്ളത് മറ്റൊരിടത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. ചില ഇടങ്ങളിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഉപകാരമാകുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ട് വളരെ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. റൊമാൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. അതായത് പ്രണയത്തിനുള്ള, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളൊരു യോഗം വരുന്നു എന്നാണ് കാണുന്നത്. അത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും
റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ചതി നേരിട്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു സാഹചര്യം റൊമാൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നമ്മൾ മുന്നിൽ കണ്ടതുപോലെ നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഇത്രയും കാലം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടും നിങ്ങൾ പ്രതികരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാളും നിങ്ങളെ മറ്റുള്ളവരെ അടക്കി ഭരിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തിരുന്നിടത്ത് നിങ്ങൾ നിശബ്ദമായി നിൽക്കേണ്ടി വന്ന ചില ഇടങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിക്കുക എന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറ്റം വരുന്നു. നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സത്യവും വ്യക്തവുമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ലൈഫിന് വ്യക്തമാകുന്നൊരു മാറ്റം വരുന്നു. അതായത് സിറ്റുവേഷൻസ് മാറുന്നു എന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചു തന്നിരിക്കുന്നത്. മനസ്സിലൊരു ചോദ്യം ചോദിക്കുക എന്നും നമ്മൾ പറയാറുള്ളത് പോലെ ആ ചോദ്യത്തിനുള്ള ആൻസർ ഏഞ്ചൽസ് എന്താണ് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ഏഞ്ചൽസിനോട് ചോദിക്കുക കേട്ടോ. നിങ്ങൾ എന്താണ് ഇപ്പം മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്, ആ കാര്യത്തിനുള്ള നിങ്ങൾക്കുള്ള മറുപടി ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ പ്രപഞ്ചത്തോട് ചോദിച്ചിരിക്കുന്ന, ഡിവൈനോട് ചോദിച്ചിരിക്കുന്നത്, അത് നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക. കറക്റ്റായിട്ട് മറുപടി തരും. അതായത് ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകണോ അതോ നിൽക്കണോ എന്നുള്ളൊരു കാര്യമാണെങ്കിൽ, അത് ഏത് കാര്യത്തിൽ നിന്നാണേലും ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് നിങ്ങൾക്കത് വിട്ടുകളയേണ്ടി വരുന്നുണ്ടെങ്കിൽ, അത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മറ്റു ബന്ധങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, മണി സംബന്ധമായിക്കോട്ടെ, അത് ആ ഒരു മനസ്സിലെ കൺഫ്യൂഷനിൽ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.